വലതുകാല് വെച്ച് കയറുമോളെ. അവൾ നിലവിളിക്ക് വാങ്ങി തിരിഞ്ഞ് ശിവനെ നോക്കി. അവൻ കണ്ണുകൊണ്ട് അനുവാദം നൽകി. അവൾ വലതുകാല് വെച്ച് അകത്തേക്ക് കയറി. പുറകെ മറ്റുള്ളവരും. ചന്ദ്രബിംബത്തിന്റെ പുതിയ അവകാശി, തലമുറ നിലനിർത്താൻ വന്നവൾ. ഇവളിലൂടെ ഉണ്ടാകുന്ന ശിവന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും ഈ ചന്ദ്രബിംബം. അവളെ തന്നെ നോക്കി പിന്നാലെ നടന്ന വക്കീലിന്റെ ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞു. അവൾ നിലവിളിക്ക് പൂജാമുറിയിൽ വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അവളുടെ ഒപ്പം ശിവനും ഉണ്ടായിരുന്നു. അവൾ കണ്ണു തുറന്നതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ശിവനെ. എന്തേ? അവൾ കണ്ണു വിടർത്തി അവനെ നോക്കി. അവൻ തോള് കുലുക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞു. വാ, സമയമായി, പാല് കാച്ചണ്ടേ? അവൻ പുരികം പൊക്കി ചോദിച്ചതും അവൾ ഒന്ന് ചിരിച്ചു. രണ്ടാളും കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു. ശാന്തേച്ച് പുതിയൊരു കുഞ്ഞു സ്റ്റീൽ കലത്തിൽ പാലൊഴിച്ച് കുഞ്ഞൊരടുപ്പ് പാത്രം കൊണ്ട് മൂടി അവൾക്ക് നൽകി. അവൾ എല്ലാവരെയും ഒന്ന് നോക്കി ഗ്യാസ് കത്തിച്ച് കലമടുപ്പിൽ വെച്ചു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും പാല് തിളച്ച് അടുപ്പിലൂടെ മറിഞ്ഞു. എല്ലാവരും ഒരു ചിരിയോടെ നോക്കി നിന്നു. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. നാരായണേട്ടൻ പറഞ്ഞതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അത്ര മോശമല്ലാത്തൊരു സദ്യ ശാന്തേച്ചിയോടൊപ്പം രുദ്രയും ചേർന്നുണ്ടാക്കിയിരുന്നു. ശിവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. കാരണം പാചകം എന്ന കാര്യത്തിൽ അത്രയും വശത്തില്ലാത്ത ആളായിരുന്നു രുദ്ര. അതെ, ഇതെങ്ങനെ ഒപ്പിച്ചു? നീ തന്നെയാണ് ഉണ്ടാക്കിയേ? ഒരു പിടി ഉരുള കഴിക്കുന്നതിനിടെ ശിവന്റെ ചോദ്യമെത്തി. ഞാനല്ലേ ശാന്തേച്ചിയാ? അവൾ അവനെ നോക്കിയില്ല. അപ്പോഴേ തോന്നി. അവനൊരു ചിരി ചിരിച്ചു. പക്ഷെ തേങ്ങ ചിരികിയത് ഞാനല്ലേ? അവൾ ശാന്തേച്ചിക്ക് നേരെ ചോദ്യശരങ്ങൾ എറിഞ്ഞു. പിന്നല്ലാതെ. അവളൊന്ന് ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും സാമ്പാർ വിളമ്പി. അവൾ ഗമയോടെ ഇരിക്കുന്നത് കണ്ടതും എല്ലാവരും ചിരിയോടെ അവളെ നോക്കി. എന്താ ചിരിക്കുന്നേ? ശിവന്റെ അടക്കി പിടിച്ചുള്ള ചിരി കേട്ടവൻ കുഞ്ഞുകുട്ടിയെ പോലെ ചോദിച്ചു. നീ ശരിക്കും വണ്ടിയാണോ അതോ അഭിനയിക്കുവാണോ? അവന്റെ കളിയാക്കൽ കൂടിയായതും പൂർത്തിയായി. ചിരി കടിച്ചു പിടിച്ചു നിന്നവരൊക്കെ അറിയാതെ ചിരിച്ചുപോയി. അവൾ അവനെ നോക്കി മുഖം കൂട്ടി എഴുന്നേറ്റ് പോയി. എന്തിനാടാ അവളെ കളിയാക്കിയേ? വക്കീലിന്റെ ചോദ്യം കേട്ടതും അതിനൊരു മറുപടിയായി അവൻ അയാളെ നോക്കി കണ്ണു ചിമ്മി. ഞാനിപ്പോൾ വരാം. അവൻ പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയുടെ സ്ലാബിൽ പിടിച്ചു നിന്ന് സ്വയം പിറുപിറുക്കുന്നവളെ കണ്ട് അവന് ചിരി വന്നു. എങ്കിലും സാഹചര്യത്തിന് യോജിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് പതിയെ മുഖത്തെ ഭാവം മാറ്റി അവളുടെ അടുത്തേക്ക് ചെന്നു. രുദ്ര. അവൾ മിണ്ടിയില്ല. രുദ്ര. അവൾ തലയുയർത്തി അവനെ നോക്കി. എന്താ പിണക്കമാ എന്നോട്? അവളില്ലെന്ന് തലയനക്കി. പിന്നെ? അവൻ സംശയിച്ചു. എനിക്ക് ശിവേട്ടന് ആഹാരം ഉണ്ടാക്കി തരാനൊന്നും അറിയില്ലല്ലോ. ശിവേട്ടന് ഇഷ്ടമല്ലെങ്കിൽ? അവളൊന്ന് നിർത്തി അവനെ നോക്കി. ഇഷ്ടമല്ലെങ്കിൽ? നെഞ്ചത്ത് കൈകെട്ടി നിന്നായിരുന്നു ചോദ്യം. ഞാൻ പോയേക്കാം. എങ്ങോട്ട്? അവൻ്റെ മുഖഭാവം മാറാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവന് ദേഷ്യം വരാൻ തുടങ്ങി. എങ്ങോട്ട് പോകുന്ന കാര്യമാണെന്ന് ചോദിച്ചേ? അവൻ കുറച്ച് കനത്തിൽ തന്നെ ചോദിച്ചു. അവൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ അവളൊന്ന് ഞെട്ടി തല ഉയർത്തി അവനെ നോക്കി. എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? ഒരു എടുത്തുചാട്ടത്തിന് ഇറങ്ങി പോന്നതായിരിക്കും അല്ലേ എൻ്റെ കൂടെ? പോരുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ? എന്തേ ഇപ്പം വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? പിന്നെന്തിനു നിൽക്കുന്നേ? പൊക്കോ, ഞാൻ ആരെയും തടയില്ല. അത്രയും പറഞ്ഞവൻ കൈകൊണ്ട് അടുക്കളയുടെ വാതിൽ ആഞ്ഞടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ അവനിൽ നിന്നും കേട്ട വാക്കുകളിൽ വിശ്വസിക്കാനാവാതെ ഒരു ശിലകണക്കെ ആ നിൽപ്പ് തുടർന്നു. എന്താടാ, എന്തു പറ്റി? പുറത്തേക്ക് ദേഷ്യത്തോടെ വരുന്ന ശിവനെ കണ്ടതും രാമേട്ടൻ കാര്യം തിരക്കി. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് തിരിച്ചു പോകണമത്രേ. അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തിരിച്ചു പോവേ? അവരിൽ ആ ചോദ്യം ബാക്കിയായി മൂന്നാളും പരസ്പരം നോക്കി. അതെ, ഈ ആളിനെ അറിയുമോ? തേവള്ളി ഗ്രാമത്തിന്റെ മധ്യഭാഗത്തുള്ള ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി അയാൾ കയ്യിലിരുന്ന ഫോട്ടോ ഉയർത്തി തിരക്കി. ഇത്? അയാൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എടാ ശരിയാ, ഈ ചെക്കൻ ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ. നീ ഒന്ന് നോക്കിയേ, അറിയാമെങ്കിൽ സാറിനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. കടക്കാരൻ അയാളുടെ സഹായിക്ക് നേരെ തിരിഞ്ഞു. അയാൾ ഒന്ന് മൂളി ആ ഫോട്ടോ വാങ്ങി നോക്കി. അയ്യോ ആശാനെ, ഇത് നമ്മുടെ ചന്ദ്രബിംബത്തിലെ കുട്ടിയല്ലേ, ശിവൻ? അയാൾ ഓർത്തെടുത്ത് കടക്കാരനോട് പറഞ്ഞു. ആണോ? അയ്യോ, ഞാൻ എൻ്റെ കുട്ടിയെ മറക്കേ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അതിൻ്റെയാ. അയാളൊന്ന് നെടുവീർപ്പിട്ടു. അല്ല, ഇയാളിപ്പോൾ വീട്ടിലുണ്ടാവുമോ? വന്നവൻ വീണ്ടും ചോദിച്ചു. അയ്യോ, കുഞ്ഞിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, മറ്റെവിടെയോ ആണെന്നാണ് അറിവ്. അല്ലല്ല, ശിവേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ആളെ, നാരായണന്റെ ഒപ്പം പാടത്ത് വെച്ച്. അവരുടെ സംസാരം കേട്ടുകൊണ്ട് വന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു.
അപ്പൊ നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ? എല്ലാം കേട്ടു നിന്നവന്റെ ഉള്ളിൽ കുടിലതയോടെ ഒരു ചിരി വിരിഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അയാൾ വീണ്ടും ആരാഞ്ഞു. പിന്നെന്താ, ഏട്ടൻ ചന്ദ്രബിംബത്തിൽ കാണും. ഇവിടുന്ന് നേരെ ചെന്ന് കയറുന്നത് ഒരു കവലയിലേക്കാ. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അല്പം മുന്നോട്ട് പോയാൽ കാണാം അർദ്ധനേശ്വര ക്ഷേത്രം. അതിന്റെ വലതുഭാഗത്തായ ചന്ദ്രബിംബം. അയാൾ വഴി പറഞ്ഞു കൊടുത്തു. അവരോട് നന്ദി പറഞ്ഞ അയാൾ ആ ഫോട്ടോ കയ്യിൽ വാങ്ങി യാത്ര തുടർന്നു. ആരായിരിക്കും അയാൾ? ചായക്കടലിരുന്ന ആൾക്കാരിൽ സംശയം ജനിച്ചു. ബ്രഹ്മമംഗലം. എന്താ അമ്മേ കാണണമെന്ന് പറഞ്ഞത്? മുറിയിൽ തൻ്റെ അമ്മയ്ക്കടുത്തായി ചെയറിൽ ഇരുന്നുകൊണ്ട് മാധവൻ ചോദിച്ചു. അവർ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ട് അയാളെ നോക്കി. അയാൾ ആകാംക്ഷയോടെ അവരുടെ വാക്കുകൾക്കായി കാതോർത്തു. ലച്ചുമോളുടെ കാര്യ. അവർ പറഞ്ഞതും അയാൾ നീരസം നിറഞ്ഞു തുടങ്ങിയത് അവർ മനസ്സിലാക്കി. അവളുടെ എന്ത് കാര്യം? അയാൾ വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു. എന്തായാലും നടന്നത് നടന്നു. അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. എന്തിനാണ് അവളുടെ പുറകെ പോകുന്നത്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്തായാലും ശിവൻ നല്ല പയ്യനാ. എന്താ നിനക്ക് അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? അവർ ഗൗരവം വിടാതെ തന്നെ ചോദിച്ചു. ആരവളുടെ പുറകെ പോകുന്നു? എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എനിക്കിനി അങ്ങനൊരു മകളില്ലെന്ന്. പിന്നെ ഞാൻ എന്തിന് അവളുടെ പുറകെ പോകണം? അയാൾ തീർത്തു പറഞ്ഞു. ഞാൻ നിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. പിന്നെ? രമേശൻ. അയാൾ മുഖം ചുളിച്ച് അവരെ നോക്കി. അവനോട് നീ പറയണം അവളുടെ പിന്നാലെ പോകരുതെന്ന്, അവളെ ഉപദ്രവിക്കരുതെന്ന്. അങ്ങനെ സംഭവിച്ചോ? അവരുടെ വാക്കുകളിൽ മൂർച്ചയേറുന്നത് അയാൾ അറിഞ്ഞു. അമ്മ എന്തെങ്കിലും എന്നോട് മറക്കുന്നുണ്ടോ? അയാൾ ആരാഞ്ഞു. ഉണ്ട്. നീ അറിയാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന്. അവർ അയാളെ നോക്കി പറഞ്ഞു. അയാൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളതെന്നറിയാൻ ആകാംക്ഷയോടെ അവരെ നോക്കി നിന്നു. ലച്ചുമോളെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇന്ദ്രനേക്കാളേറെ നിനക്കിഷ്ടമായിരുന്നില്ലേ മോളെ? അവർ ഒന്ന് നെടുവേർപ്പിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. ശരിയാണമ്മ പറഞ്ഞത്. എൻ്റെ ജീവനായിരുന്നു എൻ്റെ ലച്ചു. പക്ഷേ അവൾ എന്നെ വിട്ടുപോയപ്പോൾ എന്തുകൊണ്ടോ അവളോട് എനിക്ക് വെറുപ്പായി. ഞാനൊരച്ഛനല്ലേ അമ്മേ? എനിക്കും കാണില്ല എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും. അയാൾ ചോദ്യരൂപത്തിൽ അവരിലേക്ക് നോട്ടം പായിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ലച്ചു പോയത് ഞാൻ പറഞ്ഞിട്ടാണ്. മുത്തശ്ശി ദൂരേക്ക് നോക്കി പറഞ്ഞു. അമ്മേ. അയാൾ അരുതാത്തതെന്തോ കേട്ട പോലൊരു ഞെട്ടലോടെ വിളിച്ചു. അതേ മാധവ, ഞാൻ എൻ്റെ കുട്ടിയെ ഈ നീചന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. എൻ്റെ കുട്ടി. ഞാനും ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തിരുന്നു അവളുടെ ഓരോ വളർച്ചയിലും. പക്ഷേ അയാൾ സംശയരൂപത്തിൽ അവരെ നോക്കി. രമേശൻ, അവൻ എൻ്റെ കുഞ്ഞിനെ ഓരോ നിമിഷവും കുത്തി നോവിക്കുകയായിരുന്നു എന്ന് ഞാൻ പോലും അറിയുന്നത് വളരെ വൈകിയാണ്. ഒന്നും എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞില്ല. അവരുടെ ഓർമ്മ കുറച്ചു മുന്നേ കൂടി. അവർ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. കോലത്തെ ദേവികയുടെ കണവൻ ചിത്തൻ മരണപ്പെട്ട ദിവസം. അമ്മേ. ഉമ്മറപടിയിലിരുന്ന് വെറ്റില മുറുക്കുവായിരുന്ന ദേവകി അമ്മയുടെ അടുത്തേക്ക് മാധവൻ ഓടിയെത്തിയത്. എന്താ മാധവ? അവൾ സംശയരൂപേണ ചോദിച്ചു. അമ്മേ, അത് ചിത്തേട്ടൻ. അയാളുടെ വാക്കുകൾ ഇടറി. കണ്ണുകൾ നിറഞ്ഞു തൂവി. അയാളുടെ വാക്കുകൾ വ്യക്തമായ ഒരു ഞെട്ടലുണ്ടാക്കി. എന്താ എൻ്റെ ചിത്തൂന് പറ്റിയത്? അവരിരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. പെട്ടെന്നായതിനാൽ വേച്ചുകൊണ്ട് വീഴാനാഞ്ഞു. അമ്മേ, ചിത്തേട്ടൻ്റെ ആക്സിഡന്റ്. എൻ്റെ ദേവി. അവരുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്ന വെറ്റില ചെല്ലം താഴേക്ക് തെറിച്ചു വീണു. അവർ ഒരു തളർച്ചയോടെ താഴേക്ക് ഊർന്നു വീണു. അമ്മേ. അയാൾ ഒരലർച്ചയോടെ ഓടിച്ചെന്ന് അവരെ താങ്ങി. ഉമ്മറത്തെ ബഹളം കേട്ട് തറവാട്ടിനുള്ളിൽ നിന്നും മറ്റുള്ളവരും എത്തി. അല്പസമയത്തിനുള്ളിൽ മുത്തശ്ശിയെ കൊണ്ട് തറവാട്ടിൽ നിന്നും വാഹനം ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഇതൊന്നും അറിയാതെ സ്കൂൾ വിട്ടു വന്നതായിരുന്നു ലച്ചുവും കല്ലുവും. അമ്മേ, ചായ. ഉറക്കെ വിളിച്ചുകൊണ്ട് കല്ലു മുന്നേ അകത്തേക്ക് ഓടി. തൊട്ട് പിന്നാലെ ലച്ചുവും. ബാഗ് മുറിയിൽ വെച്ച ശേഷം അവൾ കുളിക്കാനായി തോർത്തു മാറാനുള്ള വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് കുളക്കടവിലേക്ക് പോകാൻ കോവണിപ്പടി ഇറങ്ങി താഴേക്ക് വന്നു. ലച്ചു. അവൻ താഴേക്ക് കാലെടുത്ത് വെച്ചതും രമേശന്റെ വിളി കേട്ട് അവൾ അവൻ്റെ മുറിയിലേക്ക് തലയെത്തിച്ചു നോക്കി. വാ. അവളെ കണ്ടതും അവൻ വിളിച്ചു. അവൾ ഒരു ചിരിയോടെ അവൻ്റെ റൂമിലേക്ക് ചെന്നു. എന്താ ഏട്ടാ? അവൾ സംശയത്തോടെ കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. ലച്ചു, വാ. അവൻ അവൾക്ക് നേരെ ഇരുകൈയും വിടർത്തി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി തിളങ്ങി നിന്നത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ അടുത്തേക്ക് അവൻ നടക്കും തോറും മദ്യത്തിൻ്റെ ഗന്ധം അവളുടെ നാസികളിലേക്ക് തുളച്ച് കയറിയതും അവളുടെ നെറ്റി ചുളിഞ്ഞു. ഏട്ടാ, ഞാൻ കുളിച്ചിട്ട് വരാം. അവനിൽ നിന്നും രക്ഷപ്പെടാനായി അവൾ പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ കുളിച്ചോ, ഞാനും വരാം.
അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് മുറുക്കെ പിടിച്ചു. രമേശേട്ടാ വിട്. അവൾ തന്നാലാവുന്ന രീതിയിൽ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ ഒന്നുകൂടെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. ഏട്ടാ വിട് പ്ലീസ്. അവൾ വീണ്ടും വീണ്ടും അവനിൽ നിന്നും കുതറിക്കൊണ്ടിരുന്നെങ്കിലും അവൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് താഴ്ത്തി അവൾ അനിഷ്ടത്തോടെ മുഖം തിരിച്ചു. എന്നിട്ടും വിടാതെ അവൻ അവളുടെ ഗന്ധമുള്ളിലേക്ക് ആവാഹിച്ചു. ലച്ചു. ഉറക്കെ വിളിച്ചുകൊണ്ട് കല്ലു കോണിപ്പടി കയറി അവളുടെ മുറിയിലേക്ക് പോകാനായി വന്ന ശബ്ദം കാതുകളിൽ തുളച്ച് കയറിയതും അവൻ അവളെയും കൊണ്ട് കതകിൻ്റെ പിന്നിലേക്ക് നീങ്ങി നിന്നു. അവൻ അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ വാ പൊത്തിപ്പിടിച്ചു. വാക്കുകൾ മുഴുവനായി പുറത്തേക്ക് വന്നില്ല. അടുത്ത നിമിഷം ലച്ചുവിൻ്റെ മുറിയിൽ അവളെ കാണാതെ കല്ലു തിരികെ ഇറങ്ങിയ നേരം ടേബിളിൽ വെച്ചിരുന്ന മൊന്ത ലച്ചുവിൻ്റെ കണ്ണിൽ പെട്ടു. അവൾ രമേശൻ കാണാതെ കൈയെത്തിച്ച് അത് തട്ടിത്തെറിപ്പിച്ചു. പെട്ടെന്ന് ശബ്ദം കേട്ടിടത്തേക്ക് കല്ലു നോട്ടം വായിച്ചു. രമേശന്റെ മുറിന്നോ? അവൾ സംശയത്തോടെ പതിയെ ചാരിയ വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറി ചുറ്റും നോക്കി. ഇവിടെ ആരും ഇല്ലല്ലോ. അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും കതകിൻ്റെ പിന്നിൽ ഒരു ഞരക്കം കേട്ട് അങ്ങോട്ട് ചെന്നു. അവിടുത്തെ കാഴ്ച കണ്ട് അവൾ ഞെട്ടി നിന്നു. തൊട്ടടുത്ത നിമിഷം അവൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. രമേശേട്ടാ. അതൊരലർച്ചയായിരുന്നു. പെട്ടെന്ന് രമേശൻ തിരിഞ്ഞു നോക്കി. അപ്പോഴും അവൻ്റെ കയ്യിൽ ഒരിറ്റ് ശ്വാസത്തിന് പിടയുമായിരുന്നു ലച്ചു. ഒപ്പം അവളുടെ വസ്ത്രം തോളറ്റം അല്പം കീറിയിരുന്നു. മോറി നിൽക്കണോ അങ്ങോട്ട്. അവൾ അവനെ പിടിച്ചു തള്ളി. അവൻ പെട്ടെന്ന് ബാലൻസ് തെറ്റി ദൂരേക്ക് തെറിച്ചു വീണു. അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതും അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. കല്ലുവിനെ കണ്ടതും ലച്ചു അവളെ ആഞ്ഞു പുണർന്നു. കല്ലു അവളുടെ മുതുകിൽ തടവി ആശ്വസിപ്പിച്ചു. ഡി, അവളെ എനിക്ക് വേണം, മാറി നിൽക്ക്. രമേശൻ പിന്നെയും എഴുന്നേറ്റ് വന്ന് കല്ലുവിൻ്റെ കയ്യിൽ നിന്നും അവളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. കല്ലു അവനെ പിടിച്ചു മാറ്റി ലച്ചുവിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഓടി. ശേഷം തിരിഞ്ഞ് അവൻ്റെ വാതിൽ പുറത്തു നിന്ന് പൂട്ടി. ലച്ചു. അവളുടെ മുറിയിൽ കയറി വാതിലടച്ച ശേഷം പതിയെ വിളിച്ചവൾ. കല്ലു. അവളെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ലച്ചു. അയ്യേ, എൻ്റെ തൊട്ടാവാടി കരയുവാ. അത് വെറുതെ ഏട്ടൻ നിന്നെ ഒന്ന് പേടിപ്പിച്ചതല്ലേ, ഞാനില്ല കൂടെ. കല്ലു അവളെ ആശ്വസിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ കല്ലു അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കാണുമ്പോഴൊക്കെ രമേശൻ അവളോട് അപമര്യാദയായിട്ട് പെരുമാറിയും വേദനിപ്പിക്കേണ്ട അവസരങ്ങളിൽ വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒടുവിൽ സഹിക്കവയ്യാതെ അവൾ മുത്തശ്ശിയോടെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം എൻ്റെ കുഞ്ഞ് എന്നോട് തുറന്നു പറഞ്ഞിരുന്നു മാധവ. പക്ഷേ വൈകിപ്പോയിരുന്നു അപ്പോഴേക്കും. ഒടുവിൽ ശിവൻ വന്നതും അവനിൽ അവൾക്കൊരു സുരക്ഷിതത്വം അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അവനോട് മനഃപൂർവ്വം വഴക്കിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ സ്നേഹം തുറന്നു പറഞ്ഞു. ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടുവെങ്കിലും പിന്നീട് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയവൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയ മോനെ ഞാൻ. അത്രയും പറഞ്ഞ് അവരൊന്ന് നിർത്തി മാധവനെ നോക്കി. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരിലേക്ക് നോട്ടം പായിച്ചയാൾ. അമ്മേ, എൻ്റെ മോള്. സാരമില്ല മോനെ, നമ്മുടെ ലച്ചുവല്ലേ, അവൾക്കെല്ലാം മനസ്സിലാവും. അവൾക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അവർ ഒരു ചിരിയോടെ അയാളെ ആശ്വസിപ്പിച്ചു. ഈ സമയം കടക്കാരൻ പറഞ്ഞു കൊടുത്ത പ്രകാരം അയാൾ ചന്ദ്രബിംബത്തിന് പുറത്തെത്തി വണ്ടി ഒതുക്കി നിർത്തി. പതിയെ ഹെൽമറ്റ് ഊരി വെച്ച് പടവുകൾ കയറി തറവാട്ടിലേക്ക് ചെന്നു. പുറത്തൊന്നും ആരെയും കാണാതെ അവൻ ഉമ്മറത്തെ തൂങ്ങിയാടുന്ന മണിയിൽ മെല്ലെ തട്ടി. അപ്പോഴും കണ്ണുകൾ ചുറ്റും പായിക്കുന്നുണ്ടായിരുന്നു അവൻ. ശിവൻ പിണങ്ങിയ സങ്കടത്തിൽ മുറിയിലിരുന്ന് പൊട്ടിക്കരയുമായിരുന്നു ലച്ചു. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവളുടെ കണ്ണുകളും മുഖവും വീർത്തിരുന്നു. മണിമുഴക്കം കേട്ടവൻ ശിവനായിരിക്കുമെന്ന് കരുതി സാരിത്തുമ്പിൽ കണ്ണു തുടച്ചു വന്ന് വാതിൽ തുറന്നു. തനിക്ക് മുന്നിൽ ഒരു ചിരിയോടെ നിൽക്കുന്നവനെ കണ്ടവൾ സ്തംഭിച്ചു നിന്നു. പതിയെ അവളുടെ നാവിൽ നിന്നും ആ പേര് ഊർന്നു വീണു. രമേശേട്ടൻ. എന്താ ഏട്ടൻ്റെ ലച്ചൂട്ടി ഇങ്ങനെ നോക്കുന്നേ? ഇത് ഞാൻ തന്നെയാ, നിന്റെ രമേശേട്ടൻ. അവൻ്റെ വാക്കുകൾ അവജ്ഞതയോടെ അവൾ കേട്ടു നിന്നു. അവനൊരു ഗൂഢമായ ചിരിയോടെ അവളെ നോക്കി നിന്നു. എന്താ ഇത് ലച്ചൂട്ടി, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനല്ലേ? ഒന്നും അറിയാത്ത പോലുള്ള അവൻ്റെ പറച്ചിൽ അവളിൽ ഒരു വെള്ളിരി വെട്ടിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവൾ ഒരു ഞെട്ടലോടെ നോക്കി നിന്നു.